ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ ഉള്ളത്. ആ ഗ്രൂപ്പിൽ ബ്രസീലിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് മറ്റാരുമല്ല, മൊറോക്കോയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയവരാണ് മൊറോക്കോ. നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ 11ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. ഏറ്റവും ഒടുവിൽ ബ്രസീലും മൊറോക്കോയും തമ്മിൽ 2022 ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്ക് ആ മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ ബ്രസീലിന് വെല്ലുവിളിയാകുന്ന ഒരു ടീം അത് മൊറോക്കോ തന്നെയായിരിക്കും. അവരുടെ പരിശീലകനായ വാലിദ് റിഗ്രഗി ഇന്നലെ നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത്, വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ നിരയിൽ ഉണ്ടായാൽ അത് കാര്യങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും എന്നാണ് മൊറോക്കോയുടെ മുഖ്യ പരിശീലകനായ വാലിദ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും നെയ്മറുടെ സാന്നിധ്യം എപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല, എല്ലാ എതിരാളികൾക്കും അങ്ങനെ തന്നെയാണ്. ഇതാണ് മൊറോക്കോയുടെ പരിശീലകനായ വാലിദ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ കൂടി നെയ്മർ ജൂനിയറെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിരുന്നു. അതായത്, നെയ്മർ ജൂനിയർ ഓക്കെ ആണെങ്കിൽ, നല്ല ഷേപ്പിലാണെങ്കിൽ, ബ്രസീലിയൻ ടീമിൽ ഉള്ള താരങ്ങളെക്കാളും മികച്ച രൂപത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ടീമിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തും എന്നായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. ഏതായാലും നെയ്മർ ഇപ്പോൾ ഒരു സർജറിക്ക് വിധേയനാകാനുള്ള ഒരുക്കത്തിലാണ്. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തനായി തൻ്റെ ആ ഒരു പഴയ മികവ് വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും വീണ്ടെടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് മുന്നിലുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.